ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലുവിൻ്റെ വ്ളോഗാണ്. നമ്മൾ ലുലുവിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മൾ ഇനിയിപ്പോൾ അകത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മളതേ ലുലു മോളിൻ്റെ അകത്തേക്ക് കയറുവാണ്. എൻട്രൻസിൽ നിന്ന് കയറി നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പം ഞാനിങ്ങനെ നടക്കുന്ന ഒരു ബിറ്റ് എടുത്തതാണ് എൻട്രൻസ്. നമ്മൾ 3rd ഫ്ലോറിലായിരുന്നു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് അപ്പോൾ ഇതാണ് മോളിൻ്റെ ഒരു ചെറിയൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവളെ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അവൾ ഫോൺ ചെയ്യുമായിരുന്നു കോളേജിൽ. അപ്പം ഞാൻ അവളെ വെയിറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ബിറ്റ് എടുത്തതാണ്. നല്ല രസമാണ് കാണാനായിട്ട് അവിടെ നിന്നിട്ട്. അങ്ങനെ ഒരു ബിറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ താണ്ട് ലുലു മോളിൽ കറങ്ങാനായിട്ടുള്ളൊരു ഇതിലാണ് വന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മോളിലോട്ട് നോക്കൂ. ഓക്കെ, അപ്പോൾ കാണാം. അപ്പം നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ വന്നു. ഞാൻ ഫേസ് സ്കാനറയുടെ BB ക്രീമും CC ക്രീമും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് ട്രൈ ചെയ്ത് തരുവാണ് ചെയ്തത്. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ എടുത്തത്. അപ്പം ഞാൻ ഒരു സ്ട്രോപ്പ് ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു, CC ക്രീമും ഫൗണ്ടേഷനും എടുത്തു. ഓഫ് ഉണ്ടായിരുന്നു, ബിക്കോസ് 3 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 10% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫാൻസി സെക്ഷനിലോട്ടാണ് പോയത്. ഞാൻ അമ്മയ്ക്കൊരു കമ്മൽ എടുത്തു. അപ്പം അവിടെ കിടക്കുന്ന കമ്മലുകൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. ഇതൊക്കെ നല്ല കമ്മലാണ്. ഇതിന് 119 രൂപയാണ്. ഞാൻ കമ്മലൊന്നും എടുത്തില്ല, ഞാൻ അമ്മയ്ക്ക് സ്റ്റഡാണ് എടുത്തത്. പിന്നെ അവിടെ അടിപൊളി നൈസായിട്ടുള്ള മാലകളുണ്ട്. കണ്ടോ, പല നമ്മുടെ നെയിം വരുന്ന, സ്റ്റാർട്ടർ ലെറ്റേഴ്സ് വരുന്ന മാല ഉണ്ടായിരുന്നു. പിന്നെ നൈസ് ഒരു കീ വരുന്ന ഒരു മാല ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ മാല എടുത്തില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ രസം തോന്നി. പിന്നെ ഈ മാല കണ്ട ഗോൾഡാന്നേ തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഈവിൽ ഐ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്കറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലോക്കറ്റ്. ഞാൻ എടുക്കണോ വേണ്ടായോ എന്ന് കുറെ വട്ടം ചിന്തിച്ചു. പിന്നെ ഞാൻ ഇടാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല, പക്ഷെ നല്ലതാണ്. പിന്നെ നമ്മൾ ബാഗിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. നല്ല ബാഗിന്റെ കളക്ഷൻ ഉണ്ട്, പക്ഷെ ഒന്നും എടുത്തില്ല. കണ്ട് ഈ വൈറ്റും റോസും സൂപ്പർ. ആ ബാഗ് എടുത്തില്ല. പിന്നെ ഞാൻ മിനിസോയിലാണ് ഓടിച്ചാടി പൊക്കോണ്ടിരിക്കുന്നത്. ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. ഇതുണ്ടോ, ഇവിടുത്തെ ഐ മാസ്ക് ആട്ടോ. 3 ഇതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കയറുന്നത്. 3 പെയറുണ്ട്, 25 റുപ്പീസ് ഉള്ളി. അങ്ങോട്ട് കാണിച്ചേ. പിന്നെ നല്ല നല്ല ബോട്ടിൽസ് ഉണ്ടായിരുന്നു, കപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറയട്ടെ, അത്രയ്ക്ക് അഫോർഡബിൾ അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബോട്ടിലിനൊക്കെ 500, 600, ചില കപ്പിനൊക്കെ 800 ഉണ്ട്. പിന്നെ ഇത് പേഴ്സിന്റെ സെക്ഷനാണ്. ഇവിടെ ഞാൻ അനിയൻ ഒരു പേഴ്സ് എടുത്തായിരുന്നു. അതിന് 500 സംതിങ് ഉണ്ടായിരുന്നു. എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുട്ടി ബാഗുകളാണ്. ഇതൊന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മറ്റേ നെക്കിൽ വെക്കുന്ന ആ സംഭവമാണ്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഇവിടെ ഫുൾ ചോയ്സ് ആയിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടിട്ട് കട ഫുള്ള് മേടിച്ചോളാം വയ്യായിരുന്നു. ഞാൻ ദേവിയോട് പറയുക, എനിക്ക് വാങ്ങിത്താന്ന് ഞാൻ പറയുക. ഇതെടുത്ത് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. പക്ഷെ വാങ്ങിയില്ല. അതിന് 500 രൂപയാ. പിന്നെ സ്പ്രേയുടെ സെക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കണ്ണാടിയുടെ സെക്ഷൻ കണ്ടു. പിന്നെ കണ്ണാടി എവിടെ കണ്ടാലും എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് ദേവി കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ ബുദ്ധനും നല്ല നല്ല ക്യൂട്ട് ഐറ്റംസും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയില്ല, റേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ സുഡിയോയിലോട്ട് പോയി. പക്ഷെ സുഡിയോയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കളക്ഷൻസ്. എന്റെ ബ്രദറിന് ഡ്രസ്സ് എടുക്കാനാ പോയത്. ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിനാണ് എടുത്തത്. പിന്നെ ഞാൻ ഈ സന്തോഷത്തോടുകൂടി നടന്നു പോകുന്നത് സ്റ്റാർബക്സിലേക്കാണ്. ആക്ച്വലി ഞാനിത് സ്റ്റാർബക്സിൽ പോകുന്നത് സെക്കൻഡ് ടൈമാണ്. ഇപ്പം ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഒന്ന് ഞാൻ അമ്മയുടെ കൂടെ പോയായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ സെക്കൻഡ് ടൈമാണ് കയറുന്നത്. അവിടെ പോയിട്ട് ഞങ്ങള് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് കയറാം എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കയറാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർബക്സിൽ കയറിയിട്ട് അവിടെ ആദ്യം പോയി ഇരിക്കണമല്ലോ, അങ്ങനെ പോയി ഇരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. എന്ത് കുടിക്കണം അങ്ങനെ ഡിസ്കസ് ചെയ്തു. അതുപോലെ നല്ല ടയേർഡായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. നമ്മൾ അവിടുന്ന് എക്സ്പ്രസ്സോ പുതിയൊരു ഐറ്റമാണ് വാങ്ങിയത്, ചോക്ലേറ്റിന്റെ. അവളാണിത് എടുത്തത്. അപ്പൊ ഞാൻ അവിടെ ചുമ്മാ എക്സ്പ്രഷൻ ഇട്ടതാണ്. അപ്പൊ നമ്മൾ ഒരെണ്ണം അവരുടെ സ്പെഷ്യൽ എക്സ്പ്രസ്സോ ആണ് വാങ്ങിയത്. കാര്യം ഒരെണ്ണം മതി, എനിക്ക് 2 വർഷം കൂടി എക്സ്പെൻസീവ് ആണ്, ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് ഈ സാധനം കുടിക്കാനും ബദാം മിൽക്ക്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ചൂട് ബദാം മിൽക്ക് തപ്പി നടക്കാം.
അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഹാലസിൽ ബദാം മിൽക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ രാത്രി 9 മണി വരെ ഉള്ളൂ. അന്ന് കുടിക്കാൻ പറ്റിയില്ല, ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ബദാം മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. ഇന്നുകൊണ്ട് നേരത്തെ ഇത് കുടിക്കാൻ വേണ്ടി മാത്രം നോക്കി വന്നത്. അത് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടത്തെ ആ ഒരു ബദാമിന് അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ബദാം മിൽക്ക് കുടിക്കാൻ, അതായത് ചൂട് ബദാം മിൽക്ക് കുടിക്കാൻ ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ലുലുമോളിലെ ഹാലസിൽ വന്നാൽ മതി. നല്ല ടേസ്റ്റായിട്ട് നല്ല ബദാം മിൽക്ക് കിട്ടും. അപ്പം നമ്മളിവിടെ നിന്ന് ലുലുന്ന് ഇറങ്ങി, ഒരുവിധം ലേറ്റായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. ഭയങ്കര ക്ഷീണമുണ്ട്. അവളാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ കടകളിലൊക്കെ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.